നമസ്കാരം, എല്ലാവർക്കും 777 ജാക്സൺസിൻ്റെ പുതിയ കാഴ്ചകളിലേക്ക് സ്വാഗതം. നമ്മൾ ടൂറൊക്കെ കഴിഞ്ഞു വന്നു. ഇന്ന് നമ്മൾ യാത്ര പോകുന്നത് നമ്മുടെ വീടിന് അടുത്ത് തന്നെയുള്ള, അതായത് തൃശ്ശൂർ ജില്ലയിലെ മറ്റം എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു തീർത്ഥാടന കേന്ദ്രത്തിലേക്കാണ്. പലപ്പോഴും ഈ വഴിക്കൊക്കെ പോകുമ്പോൾ എന്തോ ഒരു ആകർഷണീയത ഈ ഒരു പള്ളിക്ക് ഉണ്ടായിരുന്നു. ഈ പള്ളിയാണെങ്കിൽ ഒരു കുന്നുമുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. മുമ്പ് പലപ്പോഴും ഇവിടേക്ക് വന്നിട്ടുണ്ട്, പക്ഷേ ഇപ്പോഴാണ് ഇങ്ങോട്ടൊന്ന് വന്ന് ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയത്. കുറേയധികം സ്റ്റെപ്പുകളുള്ള ആ കുന്നുമുകളിലെ ആ പള്ളി നിത്യസഹായ മാതാവിൻ്റെ ചർച്ചാണ്. എന്താണ് ഇവിടുത്തെ പ്രത്യേകതയെന്നും എന്തുകൊണ്ടാണ് ആൾക്കാർ ഇവിടേക്ക് തീർത്ഥാടനത്തിന് വരുന്നതെന്നൊക്കെ അറിയണ്ടേ? നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇവിടെ ഇപ്പോൾ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തോരം സ്റ്റെപ്പാ, ഇതിന് മുകളിലേക്ക് എങ്ങനെയാണ് കയറുന്നത്, ഈ പള്ളിയിലേക്കൊക്കെ എങ്ങനെയാണ് പോകുന്നതെന്ന് അല്ലേ? ഈ പള്ളിക്ക് പുറകിലായിട്ട് വാഹനങ്ങൾക്ക് വരാൻ വേണ്ടി വേറൊരു വഴി കൂടിയുണ്ട്. തൃശ്ശൂർ ജില്ലയിലെ മറ്റത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു നിത്യസഹായ മാതാവിൻ്റെ തീർത്ഥകേന്ദ്രം വനമാതാ ഷ്രൈൻ എന്നുകൂടിയാണ് അറിയപ്പെടുന്നത്. ഞങ്ങൾ ഏകദേശം ഒരു ഈവനിങ് ടൈമിലാണ് ഇവിടെ എത്തിയത്. നല്ല മഴക്കാറുണ്ട്, ഇടയ്ക്കൊക്കെ നല്ല മഴ കിട്ടുകയും ചെയ്തു. ക്രിസ്ത്യാനികളുടെ ഉള്ളിൽ മായാതെ കിടക്കുന്ന ഒരു ചിത്രമാണ് നിത്യസഹായ മാതാവിൻ്റെത്. ഈ സ്റ്റെപ്പൊക്കെ കയറി വരുമ്പോൾ ഈ പള്ളിയുടെ സൈഡിലായിട്ട് വലിയൊരു പാറക്കെട്ട് കാണാം. 1938 അന്നത്തെ ഇടവക വികാരിയായിരുന്ന സെബാസ്റ്റ്യൻ വെള്ളാരിക്കാരൻ അച്ഛനാണ് ഈ ഒരു നിത്യസഹായ മാതാവിൻ്റെ രൂപം അന്ന് റോമിൽ നിന്നും ഇവിടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചത്. പിന്നീട് അനുദിനം ഇവിടെ സന്ദർശിച്ചിരുന്ന ഭക്തജനങ്ങൾക്ക് ധാരാളം അനുഗ്രഹങ്ങൾ വാരിക്കോരിച്ചെറിയുന്ന ഒരു അത്ഭുത ചിത്രമായിട്ട് അത് മാറി. പിന്നീട് ഇവിടം വലിയൊരു തീർത്ഥാടന കേന്ദ്രമായിട്ട് വളരുകയായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, നിത്യസഹായ മാതാവിനോടുള്ള ഭക്തി അന്ന് ഇന്ത്യയിൽ മറ്റൊരിടത്തും പ്രചാരത്തിലില്ലാതിരുന്നത് കൊണ്ട് തന്നെ മെയ് 24 ആഘോഷിക്കുന്ന പ്രതിഷ്ഠ തിരുനാളിന് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും മരിയ ഭക്തർ ഇവിടെ വന്നുകൊണ്ടേയിരുന്നു. റോമിലെ സെന്റ് അൽഫോൻസസ് പള്ളിയുടെ പ്രധാന അൾത്താരയിൽ ഈ ഒരു നിത്യസഹായ മാതാവിൻ്റെ ചിത്രം പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു ചിത്രത്തിന് എന്താ പ്രത്യേകത എന്നറിയണ്ടേ? മാതാവ് ഉണ്ണിയെ കൈകളിൽ വഹിക്കുന്നു. കൈകളിലുള്ള ഉണ്ണി എന്തോ കണ്ട് ഭയന്ന് കുതിച്ചു ചാടി അമ്മയെ മുറുകെ പിടിക്കാനുള്ള ശ്രമത്തിൽ തൻ്റെ ഒരു കാലിലുള്ള ചെരുപ്പിൻ്റെ വള്ളി അഴിഞ്ഞ് താഴേക്ക് തൂങ്ങി നിൽക്കുന്നു. ഉണ്ണീശോയെ കൈകളിൽ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ചിത്രമാണ് നിത്യസഹായ മാതാവിൻ്റേത്. മാതാവിൻ്റെ കരങ്ങളിൽ മക്കൾ എപ്പോഴും സുരക്ഷിതരാണ് എന്ന സന്ദേശമാണ് ഈ ചിത്രം നമുക്ക് നൽകുന്നത്. ഈ ചിത്രത്തിലൊന്ന് സൂക്ഷിച്ചു നോക്കിയേ, മറിയത്തിൻ്റെ വലതുവശത്ത് മിഖായേൽ മാലാഖയും ഇടതുവശത്ത് ഗബ്രിയേൽ മാലാഖയാണ്. പണ്ട് വനനിബിഡമായിട്ടുള്ള ഒരു കുന്ന്, ഉരുളങ്കല്ല് നിറഞ്ഞ നടപ്പാത, കുത്തനെയുള്ള കയറ്റം, ചെങ്കുത്തായി ഉയർന്നു നിൽക്കുന്ന ഒരു പാറ, ഇതൊക്കെയായിരുന്നു ഇവിടുത്തെ ഒരു കാഴ്ച. ഇവിടെയാണ് ആ അത്ഭുത നീരുറവ കണ്ട കിണർ. ഇനി എങ്ങനെയാണ് ഇവിടെ ഈ അത്ഭുത നീരുറവ വന്നത് എന്നല്ലേ?
1968 ഏപ്രിൽ മാസത്തിലെ 31ാമത്തെ പ്രതിഷ്ഠ തിരുനാളിനോട് അനുബന്ധിച്ച് അരങ്ങുകാൽ കെട്ടുന്നതിന് വേണ്ടി കുഴി കുഴിക്കുമ്പോഴാണ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയ നീരുറവ കാണപ്പെട്ടത്. 100 മീറ്റർ ഉയരമുള്ള കുന്നുമുകളിൽ വെറും 1 മീറ്റർ താഴ്ചയിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ട നീരുറവ കടുത്ത വേനലിൽ പോലും ജലനിരപ്പിൽ യാതൊരു മാറ്റവും വരാതെ ഇന്നും നിലകൊള്ളുന്നു. ഈ നീരുറവയിലെ ജലത്തിന്റെ അത്ഭുത സിദ്ധി മൂലം നിരവധി പേരാണ് ഇവിടെ തീർത്ഥാടകരായി വരുന്നതും ഈ ഒരു ജലം കുപ്പികളിലും മറ്റുമായിട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നത്. ഈ ഒരു ചിത്രം നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടോ? 1989 TV ചന്ദ്രൻ സംവിധാനം ചെയ്ത ആലീസിന്റെ അന്വേഷണം എന്ന സിനിമയിൽ ഈ മറ്റും വനമാതാവിന്റെ പള്ളിയുണ്ട്. ഞാൻ പിള്ളേരെയും കൊണ്ട് നാളെ പോവും പാലക്കാട്ടേക്ക്. സ്കൂൾ ടീച്ചറുടെ പണി പാർട്ടി സ്വാധീനം കൊണ്ട് അപ്പം സംഘടിപ്പിച്ചതാ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ യാത്രയിലെ കുറച്ച് വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.
ചെറിയ ചെറിയ കാഴ്ചകളും വലിയ സന്തോഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും സൈനിങ് ഓഫ് 777 അറ്റ് ജാക്ക് ജോൺസ്.